അലമാരയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കിയപ്പോഴത്തേക്ക് കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു പേഴ്സ്. അപ്പോൾ അതിൻ്റെ ബോയും അതുപോലെ തന്നെ അതിൻ്റെ കീച്ചനൊക്കെ ഇളകി പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാതെ അലമാരയ്ക്കകത്ത് തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കണ്ണി പെട്ടപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുത്താലോ എന്ന് ചിന്തിച്ചു. അപ്പം ഫസ്റ്റ് ഞാൻ കുറച്ച് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ബീഡ്സ് എടുത്തപ്പോഴത്തേക്ക് അത് വേണ്ട, ഇനി കുറച്ച് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഗ്രേയുടെ കൂടെ വൈറ്റ് നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ഈ പ്ലെയറൊക്കെ ഓൾറെഡി തുരുമ്പിടിച്ച് ഇങ്ങനെ നാശമായിട്ടിരിപ്പുണ്ട്. കാരണം ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇപ്പോഴാണ്. 1 വർഷത്തിന് മുന്നേ ഞാൻ വാങ്ങിയ പ്ലെയറൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാണ്ട് ഇരുന്ന് തുരുമ്പടിച്ച് നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ നോസ് പ്ലെയറും ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ തുരുമ്പടിച്ച് ഇരിപ്പുണ്ട്. അതുപോലെ പെയിൻ്റൊക്കെ കട്ട പിടിച്ച് ഇല്ലാണ്ടായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ 1 വർഷത്തിന് മേലെ ആയല്ലോ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം പലയിടത്തായിട്ടും ഇരിപ്പുണ്ട്. ഈ ഓരോന്നും കണ്ടെത്തി എടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ സ്റ്റോൺ ചെയിൻസ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ചെടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇത് പക്ഷെ അങ്ങനെയൊന്നും പറ്റത്തില്ല, നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നന്നായിട്ട് തന്നെ പേഴ്സ് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് തന്നെ ഒന്ന് ഉണക്കിയെടുത്തു. കാരണം പൊടിയൊക്കെ അടിച്ച് അലമാരയ്ക്കകത്ത് അങ്ങനെ ഇരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് പെയിൻറ് യൂസ് ചെയ്ത് എന്തെങ്കിലും ഡ്രോയിങ്സ് എന്തെങ്കിലും വരച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. പിന്നീടാണ് ഞാൻ വിചാരിച്ചു അങ്ങനെ പെയിൻ്റൊക്കെ വരച്ച് കൊള്ളാക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇതുപോലെ ബീച്ചോ എന്തെങ്കിലും ഒട്ടിച്ച് അതിനെ ഒന്ന് ഒരു ലക്ഷറി പേഴ്സാക്കി മാറ്റിയാൽ കൊള്ളാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോയുടെ ഈ ഒരു പോർഷനിൽ ഞാൻ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കട്ട് ബീഡ്സ് ഇല്ലേ, കട്ട് ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സാധാരണ മാലമുത്തില്ലേ, മാലമുത്തിൻ്റെ പകുതി, അതായത് ഒരു മാലമുത്ത് എടുക്കുമ്പോൾ അത് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ബീഡ്സാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഗ്രാം കണക്കാക്കിയാണ് കേട്ടോ വാങ്ങുന്നത്. എനിക്കൊന്ന് ഇത് 100 ഗ്രാം 20 രൂപയോ അതോ 15 രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഇനിയുള്ള ആ ഒരു ലൈനിലെ വൈറ്റ് കളർ ലൈന്, അപ്പോൾ അവിടെ ഞാൻ എടുത്തേക്കുന്ന സർദോസിയാണ്. അപ്പോൾ ഈ സർദോസി നമ്മുടെ ഈ ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതെൻ്റെ ഇരുന്നത് കൊണ്ട് ഈ സിൽവർ സർദോസി ഒരേപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ സെയിം ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതാവുമ്പോൾ നന്നായിട്ട് ഒട്ടി നല്ല സ്റ്റിക്കായിട്ട് ഇരുന്നോളും. 1 വർഷത്തിന് ശേഷം ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ ചാനലിലെ ഗ്രോത്ത് വളരെ കുറവാണ്, വ്യൂസും കുറവാണ്, സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1.1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒക്കെ മറക്കണ്ട.
അങ്ങനെ ഏകദേശം പേഴ്സിൻ്റെ പണിയൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി പോർഷനിൽ ഞാൻ ഈ നമ്മുടെ സ്റ്റോൺ ചെയിനിൽ അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വർക്കൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.